തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം ഈജിപ്തിലേക്ക് പലായനം. പടത്തലവന്മാരും കരയായുടെ മകൻ യോഹന്നാനും ഹോശയുടെ മകൻ അസീറിയായും വലിപ്പച്ചെറുപ്പമെന്നിയെ സകല ജനവും വന്ന് ജെറമിയ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങളുടെ അപേക്ഷ കേട്ടാലും അവശേഷിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുക. വലിയ ജനമായിരുന്ന ഞങ്ങളിൽ കുറച്ചുപേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ ചരിക്കേണ്ട മാർഗവും ചെയ്യേണ്ട കാര്യങ്ങളും നിന്റെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകട്ടെ. ജെറമിയ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. അവിടുന്ന് നൽകുന്ന മറുപടി നിങ്ങളെ അറിയിക്കാം. ഒന്നും മറച്ചു വെക്കുകയില്ല. അവർ ജെറമിയായോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് നീ വഴി കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കാതിരുന്നാൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്കെതിരെ സത്യസന്ധനും വിശ്വസ്തനുമായ സാക്ഷിയായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുത്തേക്ക് ഞങ്ങൾ നിന്നെ അയക്കുന്നു. അവിടുത്തെ കൽപ്പന ഗുണമോ ദോഷമോ ആകട്ടെ, ഞങ്ങൾ അനുസരിക്കും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാൽ ഞങ്ങൾക്ക് ശുഭം ഭവിക്കും. 10 ദിവസം കഴിഞ്ഞ് ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാട് ലഭിച്ചു. അവൻ കരേയായുടെ മകനായ യോഹന്നാനെയും പടത്തലവന്മാരെയും വലിപ്പച്ചെറുപ്പമെന്നയെ സകല ജനത്തെയും വിളിച്ചുകൂട്ടി. അവൻ പറഞ്ഞു, ആരുടെ അടുക്കൽ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ നിങ്ങൾ എന്നെ അയച്ചുവോ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ ഈ ദേശത്ത് തന്നെ വസിച്ചാൽ ഞാൻ നിങ്ങളെ പണിതുയർത്തും, ഇടിച്ചു തകർക്കുകയില്ല. ഞാൻ നിങ്ങളെ നട്ടുവളർത്തും, പിടിതെറിയുകയില്ല. എന്തെന്നാൽ നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന ബാബിലോൺ രാജാവിനെ ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് അരുൾ ചെയ്യുന്നു, അവനെ നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അവനിൽ നിന്നും മോചിപ്പിക്കും. ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. അങ്ങനെ അവൻ നിങ്ങളോട് ദയാപൂർവം പെരുമാറുകയും നിങ്ങളുടെ ദേശത്ത് തന്നെ വസിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും. എന്നാൽ ഞങ്ങൾ ഈ ദേശത്ത് വസിക്കുകയില്ല, കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുകയുമില്ല. ഞങ്ങൾ ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കും. അവിടെ യുദ്ധമോ കാഹളമോ ഇല്ല, ക്ഷാമം ഉണ്ടാവുകയുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ, യൂദയായിൽ അവശേഷിച്ചിരിക്കുന്നവരെ കർത്താവിന്റെ വചനം കേൾക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഈജിപ്തിലേക്ക് പോയിരുന്നുവെങ്കിൽ അവിടെ വസിക്കാനാണ് നിങ്ങൾ ഉറച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്ന വാൾ ഈജിപ്തിൽ വെച്ചു നിങ്ങളുടെ മേൽ പതിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമവും നിങ്ങളെ വേട്ടയാടും. അവിടെ വെച്ച് നിങ്ങൾ മരിക്കും. ഈജിപ്തിലേക്ക് പോയി അവിടെ വസിക്കാൻ തീരുമാനിക്കുന്ന സകലരും അവിടെ വെച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും മൂലം മരിക്കും. ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല, ആരും അവശേഷിക്കുകയുമില്ല. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ജെറുസലേം നിവാസികളുടെ മേൽ എന്റെ കോപവും ക്രോധവും നിബന്ധിച്ചതുപോലെ ഈജിപ്തിലേക്ക് പോകുന്ന നിങ്ങളുടെ മേലും എന്റെ ക്രോധം ഞാൻ വർഷിക്കും. നിങ്ങൾ ശാപത്തിനും വിഭ്രാന്തിക്കും ഇരയാകും, നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രമാകും. ഇവിടം ഇനി ഒരിക്കലും നിങ്ങൾ കാണുകയില്ല. യൂദയായിൽ അവശേഷിക്കുന്നവരെ നിങ്ങൾ ഈജിപ്തിലേക്ക് പോകരുതെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. സംശയിക്കേണ്ട, വ്യക്തമായ മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുന്ന് പറയുന്നതെല്ലാം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ അടുക്കലേക്ക് എന്നെ അയച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മാരകമായി വഞ്ചിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ വ്യക്തമായി അറിയിച്ചു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്ക് നിങ്ങൾ ചെവിക്കൊണ്ടില്ല.
നിങ്ങളെ അറിയിക്കാൻ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ഒരു കാര്യവും നിങ്ങൾ അനുസരിച്ചില്ല. ആകയാൽ നിങ്ങൾ ചെന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന ദേശത്ത് വെച്ച് വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് നിങ്ങൾ മരിക്കുമെന്ന് ഉറച്ചുകൊള്ളുവിൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം. ദൈവമായ കർത്താവ് പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ ജെറമിയ ജനത്തെ അറിയിച്ചു. അപ്പോൾ ഹോഷിയായുടെ മകൻ അസീറിയായും കരയായുടെ മകൻ യോഹന്നാനും അഹങ്കാരികളായ മറ്റുള്ളവരോട് ചേർന്ന് ജെറമിയായോട് പറഞ്ഞു, നീ വ്യാജമാണ് പറയുന്നത്. ഈജിപ്തിൽ വസിക്കാൻ പോകരുതെന്ന് പറയാൻ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നെ അയച്ചിട്ടില്ല. ഞങ്ങൾ കൽദായരുടെ കൈകളിൽ അകപ്പെട്ട് വഞ്ചിക്കപ്പെടുന്നതിനോ അവർ ഞങ്ങളെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നതിനോ വേണ്ടി നേരിയായുടെ മകൻ ബറൂക്ക് നിന്നെ പ്രേരിപ്പിക്കുന്നു. യൂദാദേശത്ത് വസിക്കണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന കരയായുടെ മകൻ യോഹന്നാനും പടത്തലവന്മാരും ജനവും അനുസരിച്ചില്ല. ജനത്തിന്റെ ഇടയിൽ ചിതറിപ്പോയതിനു ശേഷവും വീണ്ടും യൂദാദേശത്ത് താമസിക്കാൻ തിരിച്ചെത്തിയ യൂദയായുടെ അവശിഷ്ട ഭാഗത്തെ പുരുഷന്മാർ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, രാജകുമാരിമാർ, സേനാധിപന്മാരായ നെബൂസരാദൻ, ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചിരുന്നവർ എന്നിവരെയും ജെറമിയ പ്രവാചകനെയും നേരിയായുടെ മകൻ ബറൂക്കിനെയും കരയായുടെ മകൻ യോഹന്നാനും പടത്തലവന്മാരും ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവർ കർത്താവിന്റെ വാക്ക് കേൾക്കാതെ ഈജിപ്തിൽ തഹ്പൻഹെസിൽ എത്തി. കർത്താവ് ജെറമിയായോട് തഹ്പൻഹെസിൽ വെച്ച് അരുൾ ചെയ്തു, നീ വലിയ കല്ലുകൾ എടുത്ത് യൂദയായിലെ ആളുകൾ കാണുകെ തഹ്പൻഹെസിൽ ഫറവോയുടെ കൊട്ടാരത്തിന്റെ പടിവാതുക്കലുള്ള കൽപ്പടവിലെ കളിമണ്ണിൽ പൂഴ്ത്തിവെക്കുക. അനന്തരം അവരോട് പറയണം, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, എന്റെ ദാസനായ ബാബിലോൺ രാജാവ് നെബൂഖദ്നേസറിനെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തും. ഞാൻ ഒളിച്ചുവെച്ച കല്ലുകളിന്മേൽ അവൻ തന്റെ സിംഹാസനം ഉറപ്പിക്കും. അവയുടെ മേൽ തന്റെ രാജകീയ വിധാനം വിരിക്കും. അവൻ വന്ന് ഈജിപ്തിനെ തോൽപ്പിക്കും. പകർച്ചവ്യാധിക്കും വിധിക്കപ്പെട്ടവരെ പകർച്ചവ്യാധിക്കും, പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും, വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും. ഈജിപ്തിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ അവൻ തീവയ്ക്കും. ദേവന്മാരെ ചുട്ടു ചാമ്പലാക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യും. ഇടയൻ തന്റെ കമ്പിളിയിൽ നിന്ന് കീടങ്ങളെ അകറ്റുന്നത് പോലെ ഈജിപ്ത് ദേശത്തെ അവൻ ശുദ്ധീകരിക്കും. എന്നിട്ട് നിർബാന്ധം അവിടെ നിന്നു പോകും. അവൻ ഈജിപ്തിലെ സൂര്യക്ഷേത്രത്തിന്റെ സ്തൂപങ്ങൾ തകർക്കും. അവരുടെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം. ഈജിപ്തിലെ യഹൂദർക്ക് സന്ദേശം. ഈജിപ്തിൽ മിഗ്ദോദിലും തഹ്പൻഹേസിലും മംഫീസിലും പത്രോസിലും വസിച്ചിരുന്ന യഹൂദരെ സംബന്ധിച്ച് ജെറമിയായ്ക്കുണ്ടായ അരുളപ്പാട്. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ജെറുസലേമിലും യൂദാ നഗരങ്ങളിലും ഞാൻ വരുത്തിയ അനർത്ഥങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. ഇതാ ഇന്ന് അവ ശൂന്യമായിരിക്കുന്നു. ആരും അവിടെ വസിക്കുന്നില്ല. കാരണം എന്നെ പ്രകോപിപ്പിക്കുമാറ് അവർ തിന്മ പ്രവർത്തിച്ചു. അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് ധൂപം അർപ്പിക്കുകയും അവരെ സേവിക്കുകയും ചെയ്തു. എന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ നിരന്തരം അയച്ചു. ഞാൻ വെറുക്കുന്ന ഈ നിന്ദ്യപ്രവൃത്തി ചെയ്യരുതെന്ന് അവരിലൂടെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ നിങ്ങൾ അത് കേട്ടില്ല. അന്യദേവന്മാർക്ക് ബലിയർപ്പിക്കുന്ന ദുഷ്പ്രവൃത്തിയിൽ നിന്നും പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. അതിനാൽ യൂദയായിലെ നഗരങ്ങളിലും ജെറുസലേമിന്റെ തെരുവുകളിലും എന്റെ ക്രോധം ചൊരിഞ്ഞു. അവ കത്തിയെരിഞ്ഞ് ഇന്നത്തേതുപോലെ ശൂന്യവും വിജയവുമായി. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇത്ര വലിയൊരനർത്ഥം നിങ്ങൾ വിളിച്ചു വരുത്തിയതെന്തിന്? യൂദയായിൽ ആരും അവശേഷിക്കാതെ നിങ്ങളുടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒന്നടങ്കം നശിപ്പിക്കാൻ ഉദ്യമിക്കുകയാണോ? നിങ്ങൾ വസിക്കാൻ വന്നിരിക്കുന്ന ഈജിപ്തിൽ അന്യദേവന്മാർക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കരവേലയാൽ നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുമോ?
നിശേഷം നശിക്കാനും ഭൂമുഖത്തെ സകല ജനതകളുടെ ഇടയിൽ ശാപത്തിനും നിന്ദയ്ക്കും വിഷയമാകാനും ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യൂദാ നാട്ടിലും ജെറുസലേം വീഥികളിലും നിങ്ങളുടെ പിതാക്കന്മാരും യൂദാ രാജാക്കന്മാരും അവരുടെ ഭാര്യമാരും നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും ചെയ്ത അകൃത്യങ്ങൾ മറന്നുപോയോ? അവർ ഇന്നുവരെയും അനുതപിച്ചില്ല. അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയോ ചെയ്തില്ല. അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ മേൽ തിന്മ വരുത്താനും യൂദയായെ പൂർണ്ണമായി നശിപ്പിക്കാനും ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈജിപ്തിൽ പോയി വസിക്കാൻ നിശ്ചയിച്ചിരുന്ന യൂദയായിലെ അവശിഷ്ട ഭാഗത്തെ ഞാൻ പിടികൂടും. അവർ ഈജിപ്തിൽ വെച്ച് നിശേഷം നശിക്കും. പടയും പട്ടിണിയും അവരെ നശിപ്പിക്കും. വലിപ്പച്ചെറുപ്പമെന്നീ അവർ വാളാലോ ക്ഷാമത്താലോ മരണമടയും. അവർ ശാപത്തിനും നിന്ദയ്ക്കും പരിഹാസപാത്രത്തിനും പരിഭ്രമത്തിനും പാത്രമാകും. ജെറുസലേം നിവാസികളെ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് ശിക്ഷിച്ചതുപോലെ ഈജിപ്തിൽ വന്ന് വസിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. ഈജിപ്തിൽ വാസമുറപ്പിച്ച യൂദയായുടെ അവശിഷ്ട ഭാഗത്തിൽ ആരും രക്ഷപ്പെടുകയില്ല. യൂദായിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരിൽ ആരും മടങ്ങിയെത്തുകയില്ല. ഒളിച്ചോടുന്ന ചുരുക്കം പേരൊഴികെ ആരും തിരിച്ചു പോവുകയില്ല. തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപമർപ്പിച്ചുവെന്നറിഞ്ഞിരുന്ന പുരുഷന്മാരും സമീപത്ത് നിന്ന സ്ത്രീകളും വലിയ സമൂഹവും ഈജിപ്റ്റ് ദേശത്ത് പാത്രോസിൽ വച്ചിരുന്ന എല്ലാ ജനങ്ങളും ഒരുമിച്ച് ജെറമിയായോട് പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ നീ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കുകയില്ല. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യൂദാ നഗരങ്ങളിലും ജെറുസലേം തെരുവീഥികളിലും ചെയ്തിരുന്നത് പോലെ ആകാശരാജ്ഞിക്ക് ധൂപവും പാനീയവും അർപ്പിക്കും. അന്ന് ഞങ്ങൾക്ക് ഭക്ഷ്യസമൃദ്ധി ഉണ്ടായിരുന്നു. യാതൊരു അനർത്ഥവും തീണ്ടാതെ ഞങ്ങൾ സുഖമായി കഴിഞ്ഞിരുന്നു. എന്നാൽ ആകാശരാജ്ഞിക്കുള്ള ധൂപാർച്ചനയും പാനീയ ബലിയും നിർത്തിയതു മുതൽ ഞങ്ങൾക്ക് എല്ലാറ്റിനും വെറുതെയാണ്. പടയും പട്ടിണിയും ഞങ്ങളെ വിഴുങ്ങുകയാണ്. സ്ത്രീകൾ ചോദിച്ചു, ആകാശരാജ്ഞിക്ക് ഞങ്ങൾ ധൂപവും പാനീയവും അർപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ അറിവ് കൂടാതെയാണോ അവളുടെ രൂപത്തിൽ ഞങ്ങൾ അടയുണ്ടാക്കുകയും ദ്രാവക നൈവേദ്യം ചൊരിയുകയും ചെയ്തത്? അപ്പോൾ ജെറമിയ എല്ലാ ജനത്തോടും പുരുഷന്മാരോടും സ്ത്രീകളോടും ഇങ്ങനെ മറുപടി പറഞ്ഞ സകലത്തിനോടും പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തിലെ ജനവും യൂദാ നഗരങ്ങളും ജെറുസലേം വീഥികളിലും ധൂപമർപ്പിച്ചത് കർത്താവിന് അനുസ്മരിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തില്ല. നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളും മ്ലേച്ഛതകളും കർത്താവിന് അസഹ്യമായി തീർന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ദേശം ഇന്നും വിജനവും ശാപഗ്രസ്തവും ബീഭത്സവുമായിരിക്കുന്നത്. നിങ്ങൾ കർത്താവിന്റെ വാക്കു കേൾക്കാതെ അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും ലംഘിച്ച് ധൂപമർപ്പിച്ച് കർത്താവിനെതിരായി പാപം ചെയ്തതുകൊണ്ടാണ് ഈ അനർത്ഥങ്ങൾ ഇന്നും നിങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്നത്. ജെറമിയ എല്ലാവരോടും പ്രത്യേകിച്ച് സ്ത്രീകളോടും പറഞ്ഞു, ഈജിപ്തിൽ വന്നു പാർക്കുന്ന യൂദാക്കാരെ, കർത്താവിന്റെ വാക്ക് കേൾക്കുവിൻ. ആകാശരാജ്ഞിക്ക് ധൂപവും പാനീയവും അർപ്പിക്കുമെന്ന് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റുമെന്നും നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നാവുകൊണ്ട് പറയുകയും കരങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, നിങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുവിൻ, പ്രതിജ്ഞകൾ പാലിക്കുവിൻ. ഈജിപ്തിൽ പാർക്കുന്ന യൂദാക്കാരെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. എന്റെ മഹത്തായ നാമത്തെ സാക്ഷിയാക്കി ഞാൻ ശപഥം ചെയ്യുന്നു. കർത്താവാണ് എന്ന് ശപഥം ചെയ്യാനായി യൂദാ വംശജരാരും ഈജിപ്തിൽ ഒരിടത്തും എന്റെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, നന്മ ചെയ്യാനല്ല അനർത്ഥങ്ങൾ വരുത്താനാണ് ഞാൻ അവരുടെ നേരെ തിരിയുന്നത്. ഈജിപ്തിൽ വസിക്കുന്ന യൂദാ വംശജർ നിശേഷം നശിക്കുന്നതുവരെ വാളും ക്ഷാമവും അവരെ വേട്ടയാടും. എന്നാൽ ഒരു ചെറിയ ഗണം വാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിൽ നിന്നും യൂദയായിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ എന്റെ വചനമാണോ തങ്ങളുടെ വചനമാണോ നിലനിൽക്കുന്നത് എന്ന് ഈജിപ്തിൽ വന്ന് പാർക്കുന്ന യൂദയായുടെ അവശിഷ്ട ഭാഗം അറിയും. നിങ്ങളുടെ മേൽ അനർത്ഥം വരുത്തും എന്ന് ഞാൻ ചെയ്ത ശബ്ദം ഈ ദേശത്ത് വെച്ച് നിങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് പൂർത്തിയാക്കും എന്നതിന് ഇതാ ഞാൻ ഒരടയാളം തരുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ
ഈജിപ്റ്റ് രാജാവായ ഫറവോ ഹോഫ്രായെ അവരുടെ ജീവൻ വേട്ടയാടുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. യൂദാ രാജാവായ സിദെക്കീയായെ അവനെ കൊല്ലാൻ ശ്രമിച്ചിരുന്ന ശത്രുവായ ബാബിലോൺ രാജാവ് നെബൂഖദ്നേസറിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ തന്നെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം. ബാറൂക്കിന് സന്ദേശം. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 4-ാം വർഷം നേരിയായുടെ മകനായ ബാറൂക്ക് ജെറമിയ പറഞ്ഞു കൊടുത്തതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി. ബാറൂക്ക്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് നിന്നോട് അരുൾ ചെയ്യുന്നു, ഞാൻ എത്ര ദുർഭഗൻ. കർത്താവ് എന്റെ യാതനകൾക്ക് മേൽ ദുഃഖം കുന്നുകൂട്ടുന്നു. നെടുവീർപ്പുകളാൽ ഞാൻ തളർന്നു, എനിക്ക് ഒരാശ്വാസവുമില്ല എന്ന് നീ പറഞ്ഞു. അവനോട് ഇപ്രകാരം പറയുക എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ പണിതതു ഞാൻ തന്നെ ഇടിച്ചു തകർക്കുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പിഴുതെടുക്കുന്നു. ഈ ദേശത്തോട് മുഴുവൻ ഞാൻ ഇത് ചെയ്യും. നീ വലിയ കാര്യങ്ങൾ നനയ്ക്കുന്നുവോ? ഒന്നും ആഗ്രഹിക്കേണ്ട. ഇതാ സർവമർത്യരുടെയും മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു. എന്നാൽ നീ എവിടെ പോയാലും നിനക്ക് ജീവൻ മാത്രം സുരക്ഷിതമായിരിക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം. ഈജിപ്തിന് നേരെ പ്രവചനം. കർത്താവ് ജനതകൾക്കെതിരെ ജെറമിയ പ്രവാചകനോട് അരുളി ചെയ്ത വചനങ്ങൾ. ഈജിപ്തിനെ കുറിച്ചും ജോസിയായുടെ മകനും യൂദാ രാജാവുമായ യഹോയാക്കീമിന്റെ 4-ാം ഭരണവർഷം ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ യൂഫ്രട്ടീസ് നദീതീരത്തെ കൽക്കേമിഷിൽ വെച്ച് തോൽപ്പിച്ച ഈജിപ്തിലെ ഫറവോ ആയ നിക്കോയായുടെ സൈന്യത്തിനെതിരെയുള്ള പ്രവചനം. പടച്ചട്ടയും പരിചയം ധരിച്ച് യുദ്ധസന്നദ്ധരായി മുന്നേറുവിൻ. അശ്വസൈന്യമേ, കുതിരകൾക്ക് കോപ്പിട്ട് ജീനിന്മേൽ ഇരിപ്പുറപ്പിക്കുവിൻ. നിങ്ങൾ പടത്തൊപ്പി ധരിച്ച് അണിനിരക്കുവിൻ. കുന്തം മിനുക്കുവിൻ. ഉരസ്ത്രാണം അണിയുവിൻ. എന്താണ് ഈ കാണിക്കുന്നത്? അവർ പരിഭ്രാന്തരായി പിൻവാങ്ങുന്നു. പടയിൽ തോറ്റ അവരുടെ വീരന്മാർ തിരിഞ്ഞു നോക്കാതെ തിടുക്കത്തിൽ ഓടുന്നു. സംഭീതിയാണ് എവിടെയും. കർത്താവ് അരുൾ ചെയ്യുന്നു, വേഗമേറിയവന് ഓടി അകലാനോ പടയാളിക്ക് രക്ഷപ്പെടാനോ സാധിക്കുന്നില്ല. വടക്ക് യൂഫ്രട്ടീസ് തീരത്ത് അവർ കാലിടറി വീണിരിക്കുന്നു. നെല്ലിനെ പോലെ ഉയരുകയും കൂലം തകർക്കുന്ന പ്രവാഹം പോലെ ഇരമ്പിക്കേറുകയും ചെയ്യുന്ന ഇവൻ ആര്? നൈൽ കണക്കെ ഈജിപ്റ്റ് ഉയർന്നു വരുന്നു. കൂലം തകർക്കുന്ന പ്രവാഹം പോലെ തിരയടിച്ചുയരുന്നു. അവർ പറഞ്ഞു, ഞാൻ ഉയർന്നു ഭൂമി മൂടും. നഗരങ്ങളിലെയും നഗരവാസികളെയും ഞാൻ നശിപ്പിക്കും. കുതിരകളെ മുന്നോട്ട്, രഥങ്ങളെ ഇരച്ചു കയറൂ. പടയാളികൾ മുന്നേറട്ടെ. പരിചയേന്ത്യ എത്യോപ്യക്കാരും പുത്തൂക്കാരും വില്ലാളി വീരന്മാരായ ലിദിയാക്കാരും മുന്നേറട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ദിനമാണിത്. പ്രതികാരത്തിന്റെ ദിനം, ശത്രുക്കളോട് പക വീട്ടുന്ന ദിനം. അവരെ സംഹരിച്ച് വാളിനും മതിവരും. അവരുടെ രക്തം തൃപ്തിയാവോളം കുടിക്കും. ഉത്തരദിക്കിൽ യൂഫ്രട്ടീസ് തീരത്ത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു യാഗം അർപ്പിക്കുന്നു. ഈജിപ്തിന്റെ കന്യകയായ പുത്രി, ഗിലിയാദിലേക്ക് പോകൂ. തൈലം കയ്യിലെടുക്കൂ. നീ അനവധി ഔഷധങ്ങൾ ഉപയോഗിച്ചു, എല്ലാം പാഴായിപ്പോയി. നിനക്ക് രോഗശാന്തിയില്ല. ജനപദങ്ങൾ നിന്റെ ലജ്ജാകരമായ അവസ്ഥയെപ്പറ്റി കേട്ടിരിക്കുന്നു. ഭൂമി മുഴുവൻ നിന്റെ നിലവിളി മുഴങ്ങുന്നു. പടയാളികൾ പരസ്പരം തട്ടി വീഴുന്നു. ഈജിപ്തിനെ ചവിട്ടിമെതിക്കാനുള്ള ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ വരവിനെ കുറിച്ച് ജെറമിയ പ്രവാചകനോട് കർത്താവ് അരുൾ ചെയ്തു. ഈജിപ്തിൽ പ്രഖ്യാപിക്കുക, മിഗ്ദോയിലും മാംഫീസിലും തക്പൻഹാസിലും വിളിച്ചു പറയുക, ഒരുങ്ങിയിരിക്കുവിൻ, സദാ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങൾക്ക് ചുറ്റുമുള്ളവയെല്ലാം ഖഡ്ഗം ഗ്രസിക്കാൻ പോവുകയാണ്. എന്റെ അപ്പീസ് നിപതിച്ചു. നിന്റെ ആ കാളക്കൂറ്റൻ ഉറച്ചു നിൽക്കാത്തതെന്തുകൊണ്ട്? കർത്താവ് അവനെ വെട്ടി വീഴ്ത്തിയിരിക്കുന്നു. നിന്റെ ജനക്കൂട്ടം കാലിടറി വീണു.
മർദ്ദകന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം എന്ന് അവർ പരസ്പരം പറഞ്ഞു. അവസരം പാഴാക്കുന്ന വായാടി എന്ന് ഈജിപ്റ്റ് രാജാവായ ഫറവോയെ വിളിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് തന്റെ നാമത്തിൽ ശപഥം ചെയ്യുന്നു. മലകളിൽ താബോറും സമുദ്രതീരങ്ങളിൽ കാർമെലും എന്ന പോലെ ഒരുവൻ വന്നു ചേരും. ഈജിപ്റ്റ് നിവാസികളെ പ്രവാസത്തിന് ഭണ്ഡാരമൊരുക്കുവിൻ. മംഫീസ് വിജനമായ നാശകൂമ്പാരമായി തീരും. ഈജിപ്റ്റ് ചന്തമുള്ള പശുക്കുട്ടിയാണ്. വടക്കു നിന്ന് വരുന്ന കാട്ടീച്ച അതിനെ ആക്രമിക്കും. അവളുടെ കൂലിപ്പട്ടാളം പോലും തടിച്ചു കൊഴുത്ത കാളക്കുട്ടിയെ പോലെയാണ്. ഇതാ ചെറുത്തു നിൽക്കാനാവാതെ അവരൊന്നാകെ പിന്തിരിഞ്ഞോടുന്നു. അവരുടെ വിനാശദിനം എത്തിയിരിക്കുന്നു, അവരുടെ ശിക്ഷയുടെ മുഹൂർത്തം. സീൽക്കാരത്തോടെ പിൻവാങ്ങുന്ന പാമ്പിനെ പോലെയാണ് അവൾ. ശത്രു സൈന്യം അവൾക്കെതിരെ വരുന്നു. മരം വെട്ടി വീഴ്ത്തുന്നത് പോലെ മുഴുവനായി അവർ വരുന്നു. എത്ര നിബിഡമായിരുന്നാലും അവളുടെ വനം അവർ വെട്ടി നശിപ്പിക്കും. എന്തെന്നാൽ അവർ വെട്ടുകിളികളേക്കാൾ അസംഖ്യമാണ്. ഈജിപ്തിന്റെ പുത്രി ലജ്ജിതയാകും. വടക്ക് നിന്ന് വരുന്ന ജനത്തിന്റെ കയ്യിൽ അവൾ ഏൽപ്പിക്കപ്പെടും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. തേബസിലെ ആരോമനെയും ഫറവോയെയും ഈജിപ്തിനെയും അവളുടെ ദേവന്മാരെയും രാജാക്കന്മാരെയും ഫറവോയുടെ ആശ്രിതന്മാരെയും ഞാൻ ശിക്ഷിക്കും. അവരുടെ ജീവൻ വേട്ടയാടുന്ന ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെയും സേവകരുടെയും കയ്യിൽ ഞാൻ അവരെ ഏൽപ്പിക്കും. എന്നാൽ പിന്നീട് ഈജിപ്റ്റ് പഴയതുപോലെ ജനവാസമുള്ളതാകും. എന്റെ ദാസനായ യാക്കോബെ ഭയപ്പെടേണ്ട, ഇസ്രായേലെ പരിഭ്രമിക്കേണ്ട. ദൂരദേശത്ത് അടിമത്തത്തിൽ കഴിയുന്ന നിന്നെയും നിന്റെ മക്കളെയും ഞാൻ മോചിപ്പിക്കും. യാക്കോബ് മടങ്ങിവരും, അവന് ശാന്തിയും സുരക്ഷിതത്വവും കൈവരും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ദാസനായ യാക്കോബെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഞാൻ ഒടിച്ചു കളഞ്ഞ ദേശങ്ങളിലെ ജനതകളെ ഞാൻ നിർമൂല്യമാക്കും. എന്നാൽ നിന്നെ നിശേഷം നശിപ്പിക്കുകയില്ല. ഉചിതമായ ശിക്ഷ നിനക്ക് ലഭിക്കും. നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.